ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നടന്ന SI മെയിൻസ് പരീക്ഷയ്ക്ക് ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് എടുക്കുന്ന ഈ PDF നിങ്ങൾക്ക് തന്നങ്ങ് വിടും. നിങ്ങൾക്ക് ഇത് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മൾ പറയുന്ന കാര്യത്തിൽ ക്രെഡിബിലിറ്റി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് തന്നെ ഇത് കൊണ്ടുപോയി വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചുമ്മാ വീഡിയോയിൽ ഇങ്ങനെ PDF ഓടിച്ചു വിട്ട് പറഞ്ഞു പോകുമല്ല, നിങ്ങൾക്കിത് കൊണ്ടുപോയി പഠിക്കാം. ഇനിയുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ LSGS കേരള ബാങ്ക് മെയിൻസ് ഒക്കെയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ PDF ൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആവും. കുറെ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ വരുന്നുണ്ട്. PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ചാനലിൽ ഡെയിലി ഇടുന്ന ടെസ്റ്റ്, ഫ്രീ ടെസ്റ്റിൽ നിന്നും യൂട്യൂബ് വീഡിയോസിൽ നിന്നും നമ്മുടെ അഫോർഡബിൾ ബാച്ചസിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിന്റെ അസോസിയേറ്റഡ് ഫാക്റ്റുകളും കൂടെ പഠിച്ചു പോയാൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ LDC +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഒരു 2 പാർട്ട് വീഡിയോ ആണ്. കാര്യം ഞാൻ ചോദ്യപേപ്പറിൽ ആദ്യത്തെ ഒരു 10-35 ചോദ്യങ്ങൾ മാത്രമേ വായിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയാം. ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, SI മെയിൻസിന്റെ ഒരു അനാലിസിസ്. ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് കാണുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പഴയ വീഡിയോ പ്ലേസ് ചെയ്യാം. അതിനകത്ത് കുറെ ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈസി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഉദാഹരണം ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ഏത്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഏത്, അതൊക്കെ എല്ലാവരും കിട്ടുന്നതാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഇപ്പം കഴിഞ്ഞ SI മെയിൻസിന് എനിക്ക് 10 മാർക്കോളം, ഏകദേശം 10 മാർക്കോളം കട്ട് ഓഫിൽ നിന്ന് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ കട്ട് ഓഫിൽ നിന്നൊരു 10, 20, 25 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ എത്ര ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുകൊള്ളുക. കാര്യം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വലിയ അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ ക്വാളിറ്റി മാത്രമാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസിൽ വരാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെന്റേഴ്സുമായി സംസാരിച്ച് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ടെലിഗ്രാം മെസ്സേജ് അയച്ചാലും മതി. ഈ ഒരു ചോദ്യം നോക്കാം. ഫിലേരിയാസിന്റെ കാരണമാകുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ B ആണ് ഇതിന്റെ ഉത്തരം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണെന്ന് പലരും പറയുന്നു. പക്ഷേ ഫിലേരിയാസിസ്, എലിഫന്റിയാസിസിന്റെ മറ്റൊരു പേരാണ് ഫിലേരിയാസിസ്. നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്ലാസ് നോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള വേംസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്, ഇതിപ്പോ ഓൾറെഡി ചോദിച്ചു, 1 സെക്കൻഡ്, ഇതിപ്പോ ഓൾറെഡി ചോദിച്ചു അല്ലെ. ഇനിയിപ്പം ചോദിക്കാൻ പോകുന്ന ഈ 2 വേമിനെ പറ്റിയായിരിക്കാം. അപ്പൊ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കൃത്യമായി പഠിക്കാം. കാര്യം മനുഷ്യ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ മറ്റുള്ള ഈസി ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം കണ്ടെത്തുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ റാങ്ക് ശരിക്കും ബൂസ്റ്റ് ആവുന്നത്. PSC പോലെ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് കട്ട് ഓഫ് കടന്നാൽ മതി എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. ടോപ്പ് 10 റാങ്കിൽ വരാനുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത്. ഞങ്ങൾ തരുന്ന പരിശീലനം ആ ലെവലിൽ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നോക്കാം. പണ്ടാര അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ട്രാവൻകൂർ, റയോട്ട് അല്ലെങ്കിൽ ട്രാവൻകൂർ റയോത്തുകൾക്കിടയിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനാണ്? അത് നമ്മുടെ പണ്ടാരപ്പാട്ടിന്റെ പ്രൊക്ലമേഷൻ ആണ്. അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുള്ള ക്വിസിൽ നിന്ന് ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെലിഗ്രാം ചാനൽ അംഗങ്ങളാവും. അവിടെ തരുന്ന ഫ്രീ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഈ ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. അവിടുത്തെ ഡെയിലി തരുന്ന ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അപ്പം 1865 പട്ടം പ്രൊക്ലമേഷൻ അല്ലെ, അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ മറ്റൊരു ചോദ്യം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഡിവിഷൻസ് ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡിവിഷനിൽ വരാത്ത ഏതാണെന്നുള്ള ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? D, സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷനകത്ത് വരാത്തത്. കാര്യം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ ആണ് വരുന്നത്. ഇവിടെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ കൊടുത്തു. ഇതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവും. ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള വീഡിയോ അത് കണ്ടു നോക്കുക. കുറെ ഇൻപുട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. മറ്റൊരു ചോദ്യം നിങ്ങൾ നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച അല്ലെങ്കിൽ അതിന് പവേഴ്സ് ഏത് സെക്ഷനിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 ആണ് വരേണ്ടത്. പക്ഷെ അതിനകത്ത് സെക്ഷൻ 4 ആണോ സെക്ഷൻ 2 ആണോ എന്നുള്ള സംശയം.
ഇതെല്ലാം ഒന്നും കാണാൻ പഠിച്ചുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ക്ലൂ കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് സെക്ഷൻ 2 പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ജൂറിസ്ഡിക്ഷൻസ് ആണ്. അത് സെക്ഷൻ 2 എന്തായാലും വരത്തില്ലല്ലോ. അപ്പം പിന്നെ സെക്ഷൻ 4 അല്ലേ വരുള്ളൂ, ഓപ്ഷൻ എ. അപ്പൊ ടെസ്റ്റ് സീരീസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രോഗ്രാമിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നു. ഇത് കണ്ട് ഇനിയിപ്പോൾ കുറെ സ്റ്റുഡൻസ് അഡ്മിഷന് വേണ്ടിയിട്ട് വരും. പക്ഷെ നിങ്ങൾക്കൊരു ഉറപ്പ് വേണം, നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനിയുള്ള കുറച്ച് ദിവസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ കോഴ്സിന് റിയൽ ബെനിഫിറ്റ് കിട്ടാം. അപ്പൊ ഞാനിത് തുറന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കോഴ്സ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുപിടിച്ചാണ്. ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെങ്കിലും ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, അതിന്റെ വീഡിയോ ഡിസ്കഷൻസ്, ചർച്ചകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തണം. അതിനകത്ത് പല ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ 4th സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്നൊരു ചോദ്യം എന്താണ്, മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. ഇത് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷകളിൽ ഇവിടുന്ന് റാങ്ക് മേക്കിങ്ങിന്റെ ധാരാളം പോയിന്റ്സ് വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ക്ലാസ് പഠിപ്പിച്ചിരുന്നു. ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു. ഇനി വരാൻ പോകുന്ന LSGS, കേരള ബാങ്ക് മെയിൻസ് പരീക്ഷകൾ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളിൽ നല്ല രീതിയിൽ ഇവിടുന്ന് ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തിയിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് പോവുക. ഇത് മാത്രമല്ല, മറ്റേ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഓത്ത്, സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച ചോദ്യങ്ങൾ അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 1 by 1 നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത ചോദ്യം എന്താണ്, ഈ കൂട്ടത്തിൽ ഏത് ടാക്സ് ആണ് GSTയുടെ അണ്ടറിൽ സബ്സ്യൂം ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ്. ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ സെൻട്രൽ ടാക്സുകളാണ് സബ്സ്യൂം ചെയ്തത്, ഏതൊക്കെ സ്റ്റേറ്റ് ടാക്സിലാണ് സബ്സ്യൂം ചെയ്തത്. അതിനകത്തൊന്നും കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യുക, കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. PSC പണ്ട് പെട്രോളിയം, ആൽക്കഹോൾ വരെ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ചോദിച്ചെങ്കിൽ ഇതും അവർക്ക് ചോദിക്കാം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചത്. കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റംസ് ഡ്യൂട്ടി ഈ പറയുന്ന പോലെ GSTയുടെ ഉള്ളിൽ വരുന്നില്ല. പക്ഷേ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അതിനെ പറ്റി വരുകയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഇത് വരുമോ? കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഇനി PSCയിൽ വരാൻ പോകുന്ന ചോദ്യം ഈ ലെവലിലായിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ ഇൻവേർഷന്റെ ചോദ്യം ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിലും പറയുന്നത് സിവിൽ അല്ലെങ്കിൽ UPSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന് 2022 ചോദിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ അത് വിശാലമായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കി, ഈ ഒറ്റ പോയിന്റ് വെച്ചിട്ടാണ്, കണ്ടോ, ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ, ഇത് വെച്ചിട്ടാണ് UPSC കളിക്കുന്നത് മൊത്തം. അതേ പോയിന്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ് എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റ ഉത്തരം Aയിലേക്ക് എത്താൻ സാധിക്കും. ക്ലാസ്സിൽ കൃത്യമായി ഇത് പഠിപ്പിച്ച് റിവിഷൻ കൊടുത്ത് വിട്ട ടോപ്പിക്കാണ്. കാര്യം ഇനി ടെമ്പറേച്ചർ ഇൻവേർഷൻ ഓഷ്യൻ കറൻസിന്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കാം, പൊല്യൂഷന്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കാം. പല പല രീതിയിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറും. ഇത് നിങ്ങൾ മറ്റൊരു ചോദ്യം നോക്കിയേ, ഈ സെൻസസിന്റെ ഒരു ചോദ്യമായിരുന്നു. ഇപ്രാവശ്യം വളരെ ഈസി ആയിട്ട് വന്നൊരു ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾ സെൻസസ് 2011 കഴിഞ്ഞതാണ്, 2021 നടക്കേണ്ടതായിരുന്നു. കൊറോണ കാരണം നടന്നിട്ടില്ല. അതുകൊണ്ട് വളരെ ന്യൂസിൽ കത്തി നിൽക്കുന്ന കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നാണ് സെൻസസ്. അതുകൊണ്ട് തന്നെ സെൻസസിനെ പറ്റി വളരെ വിശാലമായിട്ട് നമ്മൾ കേരള എക്കണോമിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നോട്ട് വെച്ച് പഠിക്കുക. കാര്യം ഇനി ഇവിടുന്ന് ഇത്ര ഈസി ചോദ്യം വരണമെന്നില്ല, കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം വരാം. അപ്പൊ നമ്മൾ ഇതാണ് ട്രൈ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ അതിന് താഴോട്ട് ചോദ്യം വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാ, പിള്ളേർക്ക് പഠിക്കാൻ കുറച്ച് മടിയാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ തരുന്ന നോട്ട്സ് PDF മാത്രം പഠിച്ചാൽ മതി. ഞങ്ങൾ തരുന്ന മെറ്റീരിയൽ, ഞങ്ങൾ പറയുന്ന ഡയറക്ഷൻസ് മാത്രം ഫോളോ ചെയ്യാം, ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. ബിക്കോസ് UPSC നിലവാരത്തിലാണ് ഇപ്പൊ PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ UPSC നിലവാരത്തിൽ UPSC അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ പഠിക്കണം. കേരള UPSCയിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലാസ്സസ് തരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആവുന്നത്. ഡെക്കാൻ പ്ലേറ്റുവിനെ പറ്റിയുള്ള ചോദ്യമാണ്. കഴിഞ്ഞ LDCയിലും അപ്ഡേറ്റ് അസ്ഥാനത്ത് കയറി വന്നു, കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞ LDC പരീക്ഷയിലും ഈ ഡെക്കാൻ പ്ലേറ്റ് ഏത് കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത് സിവിൽ സർവീസിനകത്ത് 1997 മുതലുള്ള ഒരു ട്രെൻഡാണത്. അവരെ നോട്ട്സ് വളരെ വിശാലമായിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് തന്നു വിട്ടിരുന്നു. ക്ലാസ്സിലും ഇത് എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ പറഞ്ഞ പോലെ
ഡെക്കാൻ പ്ലേറ്റിയോ വോൾക്കാനിക് ഒറിജിൻ ആണ്, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കിന്റെ അല്ലെങ്കിൽ ആഗ്നേയശിലകളാണ് നിർമ്മിതമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് മാത്രം, ആ ഡേറ്റ മാത്രം മതി. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഡി ആണ്. ഡി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്രെറ്റേഷ്യസ് പീരീഡ്. ഇനി വരാൻ പോകുന്നത് UPS ചോദിച്ചിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഏത് പേരിലാണ്? ലേറ്റ് സെനോസോയിക് പീരീഡ് ആണ്. ലേറ്റ് എന്നുള്ള ആലോചിച്ചാൽ മതി. ആരവല്ലി ഏത് പീരീഡ് ആണ്? പ്രീ ക്രാമ്പിയൻ പീരീഡ് ആണ്. ആരാ എന്നുള്ള PR എന്ന് ആലോചിച്ചാൽ മതി. നർമ്മദ തപ്തി പ്ലീസ്റ്റോസിൻ പീരീഡിലാണ് നർമ്മദ തപ്തി ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ UPSC ചോദിച്ച് ബോറടിച്ചിട്ടുള്ള മേഖലകളാണ്. അവിടുന്നാണ് ഇപ്പോൾ PSC ചോദ്യങ്ങൾ അടിച്ചു മാറ്റുന്നത്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോ പ്ലേസ് ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. എവിടെ നിന്നാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ UPSCയിൽ നിന്ന് PSC എങ്ങനെയാണ് അടിച്ചു മാറ്റുന്നത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ തരുന്ന PDF നോട്ട്സ് ടെലിഗ്രാമിൽ ഇടും. അതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ചോദ്യം കണ്ടോ? ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് നമുക്കറിയാം അൽബക്കുർക്ക് മിക്സഡ് കോളനി വ്യവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഫ്യൂച്ചർ നല്ല രീതിയിൽ ഇൻഡെപ്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കാരങ്ങൾ, സാമൂഹിക നയം, സോഷ്യൽ പോളിസീസ് വിശാലമായിട്ട്, അൽബർക്കിന്റെ സോഷ്യൽ പോളിസീസ് വിശാലമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ആ ഒരൊറ്റ ഉത്തരം മതി, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യെസ്. പക്ഷെ നമുക്ക് ഇനി ഇവിടെ പ്രതീക്ഷിക്കാവുന്ന മാർത്താണ്ഡവർമ്മയെ പറ്റി റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മാർത്താണ്ഡവർമ്മയെ പറ്റി അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. ക്ലാസ് നോട്ട്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം മാർത്താണ്ഡവർമ്മ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം പത്മനാഭ ടെമ്പിൾ ആ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ന്യൂസിൽ എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് വായിച്ചിട്ട് പോവുക. നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും. മറ്റൊരു ചോദ്യമായിരുന്നു കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യമായിരുന്നു അല്ലേ? നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു 1-2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് A to Z പഠിക്കാനൊന്നും ഒക്കത്തില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോയാൽ കയ്യിലുള്ള ഡേറ്റ് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇതിനകത്ത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അല്ലെ, ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സയന്റിസ്റ്റുകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുരസ്കാരമാണ്. അതിന് അഡീഷണൽ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിജ്ഞാൻ രത്ന ആർക്കാണ് കിട്ടിയത്, വിജ്ഞാൻ ടീം ഏത് ടീമിനാണ്, ചന്ദ്രയാൻ 3യുടെ ടീമിനാണ് അതിന്റെ പുരസ്കാരം കിട്ടിയ ക്ലാസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് 2 ഓപ്ഷൻ ഉള്ളൂ, C യും D യും. 50-50 നമുക്ക് എത്താൻ സാധിച്ചു. ബാക്കി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഡേറ്റ് അറിഞ്ഞെങ്കിൽ D എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അല്ലെ? കാര്യം B ഇതിനകത്ത് ഇൻകറക്റ്റ് ആണ്. പക്ഷെ ബേസിക് കറണ്ട് അഫയർ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും. അതുപോലെ തന്നെ എമർജൻസി, അടിയന്തരാവസ്ഥയിൽ നിന്നും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ എമർജൻസി, അടിയന്തരാവസ്ഥ, അനുദീ വ്ലോഗ്സ് എമർജൻസി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. PDF ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് പ്രസ് ചെയ്ത് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എമർജൻസി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പിക്കിൽ നിന്ന് എവിടുന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അത്ര ആഴത്തിലാണ് ആ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 358, 359, 365 ആർട്ടിക്കിൾസ് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ വീഡിയോ കണ്ടവർക്ക് വളരെ ഈസിയാണ്. ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റെൻസീവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. കാര്യം എമർജൻസി, അമെൻമെന്റ്, ഈ 2 മേഖലയിൽ നിന്നും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഈ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കാം. മറ്റൊരു ഡിഫിക്കൽട്ട് എന്നൊക്കെ പറയുന്ന ഒരു ചോദ്യത്തിനൊന്നായിരുന്നു അതല്ലേ? നമ്മളിപ്പം രാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഗവർണർ ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യും. ആ സത്യപ്രതിജ്ഞയെ പറ്റി PSC ചോദിച്ചൊരു ചോദ്യമാണത്. വളരെ ഡീപ്പായിട്ടുള്ള ചോദിച്ച ചോദ്യം. വിച്ച് ഓഫ് ദ ഫംഗ്ഷണറീസ് പ്ലെഡ്ജസ് ടു അപ്ഹോൾഡ് സോവർ, ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന ആരെന്നുള്ള ചോദ്യം. ഇതൊന്നും പുതിയ ചോദ്യങ്ങളല്ല. സിവിൽ സർവീസസിനകത്തെ വളരെ ഹോട്ട് ആയിട്ടുള്ള ഏരിയ. അടുത്ത കാലത്ത് തന്നെ സിവിൽ സർവീസ് മെയിൻസിൽ ചോദിച്ചതാണ്. ഓരോ ആൾക്കാരും, പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, ലെജിസ്ലേച്ചേഴ്സ്, MLA, MP അവരെടുക്കുന്ന പ്രതിജ്ഞകളുടെ ഡിഫറൻസ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ചോദ്യം ഉത്തർപ്രദേശ് PSCയിലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ തന്നെ ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നാ പിന്നെ പ്രതിജ്ഞ, ഓത്ത് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഗവർണർ എടുക്കുന്ന ഓത്ത് എന്താണെന്ന് കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ് ടു ഡിവോട്ട് മൈസെൽഫ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. പ്രസിഡന്റിന്റെ ഓത്ത്, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാവാചകം കൊടുത്തിട്ടുണ്ട്. ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ഓഫീസ്, പ്രിസർവ്, പ്രൊട്ടക്ട്, ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് എന്തായാലും സിമിലർ ആയിരിക്കും, അതിലേക്ക് വരത്തില്ല. അപ്പൊ ഒരു ഉത്തരം ചീഫ് മിനിസ്റ്റർ ഓപ്ഷനിലേക്ക് എത്താം. കാര്യം ഞങ്ങൾ പറയുന്നു ഓത്ത് എല്ലാവരും നോക്കിയിട്ട് പോകണം.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ കുറച്ച് കുട്ടികൾക്ക് അമർഷം ഉണ്ടായിരുന്നു. ഈ സത്യപ്രതിജ്ഞയുടെ വാചകം എന്തിനാണ് ക്ലാസ് പഠിപ്പിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെ റിസർച്ച് ചെയ്താണ്. ഉത്തർപ്രദേശ് PSCയുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വന്നു, സിവിൽ സർവീസസിൽ വന്നു, കേരള PSC നല്ലൊരു നിലവാരത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രം ഞങ്ങളുടെ ബാച്ചിലേക്ക് വരിക. നല്ല രീതിയിൽ കണ്ടന്റ്, നിങ്ങൾ ആഴത്തിലുള്ള പഠനമാണ് നമുക്കിവിടെ വേണ്ടത്. പക്ഷെ ഇത് തലകുത്തി എന്നുള്ള പഠനമല്ല, വലിച്ചു വാരിയുള്ള പഠനമല്ല, റിസർച്ച് ബേസ്ഡ് ആണ്. നമുക്കിപ്പം എവിടെ നിന്നാണ് PSC എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയാൻ പറ്റും. ഈ 100% ചോദ്യങ്ങൾ നമുക്ക് predict ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ ഈ പരീക്ഷ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ 100% ഒന്നും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അല്ല വന്നിട്ടുള്ളത്. അത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ കട്ട് ഓഫിൽ നിന്നും ഒരു 10-25 മാർക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് യൂണിഫോംഡ് പോസ്റ്റിന്റെ കേസിൽ ഈ ലഭിക്കാൻ വേണ്ടി ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് ഈ PSCകളുടെ ചോദ്യപേപ്പർ ഒന്ന് വിശകലനം ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ശരിക്കും വിമർശനം ഏറ്റു വാങ്ങി. പക്ഷെ ഇപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. കാരണം ചോദ്യം ഇപ്പൊ PSCയിൽ predict ചെയ്യാൻ വളരെ ഈസിയാണ്. കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അറിഞ്ഞങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ PSC നിങ്ങൾക്ക് ജോലി തരും. ഓക്കെ, ഇത് മറ്റൊരു നല്ലൊരു ചോദ്യമാണ് അല്ലെ. സെക്ഷൻ 11 റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ സെക്ഷൻ 11 സംബന്ധിച്ചൊരു ചോദ്യമാണ്. അതായത് തേർഡ് പാർട്ടി ഇൻഫർമേഷനെ ഡിസ്ക്ലോഷറിനെ പറ്റിയുള്ള ചോദ്യമാണ്. നമ്മൾ ഇതൊക്കെ ടെലിഗ്രാമിനകത്ത് ഡെയിലി ടെസ്റ്റിനകത്ത് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തിനകം ഇത് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ്. IT ആക്ട് സെക്ഷൻ 11 അതിവിശാലമായിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. 5 ദിവസം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇതിനേക്കാൾ ചലഞ്ചിങ് ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഫാക്റ്റുകൾ ഒന്ന് പഠിച്ചിട്ട് പോകാനുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു എക്സ്ട്രാ 2 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഇതേ ചോദ്യം ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്തും കവർ ചെയ്തിരുന്നു. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഇത് വരുമെന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിനകത്തും കവർ ചെയ്തു, ക്ലാസ് നോട്ട്സിനകത്തും കൊടുത്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏരിയ ആണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആദ്യമായിട്ടാണ് തോന്നുന്നു PSC ഇത്തരത്തിൽ ചോദിക്കുന്നത്. പക്ഷേ 2023 SI മെയിൻസിന് 2023 SI മെയിൻസിന് കൃത്യമായ സൂചന PSC തന്നിരുന്നു. കോപ്പിറൈറ്റിനെ സംബന്ധിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ അണ്ടറിലുള്ള പ്രൊവിഷൻസ് ക്ലൂ അവിടെ കിട്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വിശാലമായിട്ട് ഞങ്ങൾ ക്ലാസ് പഠിപ്പിച്ചു. ചോദ്യം എന്താണ്? ഹൂ ഹാസ് ദ അതോറിറ്റി ടു റിജക്ട് എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്? ഇതിന് ആൻസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് ക്ലാസ് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലും സ്റ്റേറ്റിലും ഉള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്. അപ്പൊ ഇതിന് ഉത്തരം D ആണ്. D. PSCയുടെ ചോദ്യങ്ങൾ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിന്റെ കേസിൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2019 പാറ്റേൺ വന്നത്. അത് മുതലുള്ള PSC ചോദ്യപേപ്പർ വിശകലനം ചെയ്യുക, ഹോട്ട് ഏരിയാസ് കണ്ടെത്തുക, അതിന്റെ നോട്ട്സ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിക്കുക. ഈ ടെക്സ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ട് യൂട്യൂബിലും ടെലിഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ വലിയ അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പം ഈ ഒരു നിലവാരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ക്ലൂ PSC വരും. ഈ ക്ലൂ കണ്ടെത്തി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ക്ലാസ്സിൽ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇതിനൊരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നിപ്പം സമയം ഇത്ര ആയതുകൊണ്ട് ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ പുതിയ പാറ്റേണിൽ UPSC നിലവാരത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. PSCയേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ ഈസിയാണ്. സിവിൽ സർവീസിന്റെ പ്രിലിംസ് ആണ് UPSC അല്ലെങ്കിൽ PSC പ്രിലിംസിനെക്കാട്ടി എളുപ്പമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അവിടെ 2 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് അത്യാവശ്യം 100 ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവിടെ 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ PSCക്ക് സമയമുള്ളൂ. അപ്പം കുറച്ചും കൂടെ ചലഞ്ചിങ് ഇവിടെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. മെയിൻസ് ഈസ് ഡിഫറെന്റ്. മെയിൻസ് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ PSCയുടെ പ്രിലിംസും മെയിൻസും UPSC പ്രിലിംസിന്റെ നിലവാരത്തിലാണ്, അല്ലെങ്കിൽ ഏകദേശം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാറ്റേണിൽ, പുതിയ പാറ്റേണിൽ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കോഴ്സിലേക്ക് വരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ്, ടെലിഗ്രാം വീഡിയോസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുള്ള ഇതൊരു സംശയമില്ല. സോ ഞാൻ ഈ വീഡിയോ അവസാനം പ്ലേസ് ചെയ്യുന്ന വീഡിയോസും കാണാൻ ശ്രമിക്കുക. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസിന് കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം. ഞങ്ങൾ വളരെ റിസർച്ച് ചെയ്തിട്ട് ഇത്ര വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് കമന്റ് സെക്ഷനിലും കൂടെ ഞങ്ങളെ അറിയിക്കാം. താങ്ക് യു, ബൈ.